ഈ കഥ എല്ലാം വായിച്ച സമയത്തും എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഒരുപക്ഷെ ഒരു പ്രേക്ഷകന്റെ സൈഡിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാം എന്ന രീതിയിൽ. പിന്നെ ഇതിന്റെ രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് ബോംബെ മലയാളി എന്ന് ബോംബെ പറയുന്നത്. മലയാളി പുളിയക്കര എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു കഥ ശരിക്കും എനിക്ക് ഈ നമ്മുടെ ഒരു കുറച്ച് കാലഘട്ടത്തിന് മുമ്പ് നമ്മുടെ സൊസൈറ്റിയിൽ നടന്ന ചില ഇൻസിഡൻസുമായിട്ട്, എസ്പെഷ്യലി പൊളിറ്റിക്കൽ ഇൻസിഡൻസുമായിട്ട് എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് MP സ്ഥാനത്തിന് വേണ്ടി MLA സ്ഥാനം രാജിവെച്ച ഒരു സംഭവം, അതുപോലെ തന്നെ ഒരു സെലിബ്രിറ്റി, ഒരു സിനിമാ നടിയുടെ ഇനാഗുറേഷൻസ് എല്ലായിടത്തും അല്ലേ, ഇനാഗുറേഷൻസിന് എത്തുന്ന ഒരു സിനിമാ നടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഫറൻസ് ചെയ്തിട്ടാണോ ഈ ഒരു കഥ എഴുതി? അതെ, അത് ശരിക്ക് ഇപ്പൊ ഈ 5 കഥകളിൽ ഇതിൻ്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് എഴുതിയ കഥ ഈ ബോംബെ മലയാളി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു 4 മാസം, ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക്, പല ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് ദിവസം കുറച്ച് സമയം മാറ്റി വെച്ച് അങ്ങനെ ഒരു 4 മാസം 3-4 ഡ്രാഫ്റ്റ് പൊളിച്ചെഴുതി ഫൈനലായ ഒരു കഥയാണ് ഈ ബോംബെ മലയാളി എന്ന് പറഞ്ഞത്. പിന്നെ ഒന്ന്, ഇതിൽ ഇത്രയും കഥകൾ വായിച്ചതിൽ മനസ്സിലായി ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നത്, ഒരുപാട് സ്വഭാവങ്ങൾ വന്നു പോകുന്നതൊക്കെ ഈ ഒരു കഥയിലാണ്. അപ്പൊ അതിന് കുറച്ച് ചിന്തിച്ച്, കാരണം നമ്മൾ അതിൽ ഇവരുടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ക്യാരക്ടേഴ്സിന്റെ പേരുകളായാലും ഇതിൽ ഇവർ സംസാരിക്കുന്ന സംഭാഷണങ്ങളായാലും എല്ലാവർക്കും ഓരോ സ്വഭാവമുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി ഞാൻ എഴുതിയ ഒരു കഥയാണ് ഇത്. കുറെ പേർക്ക് കണക്ട് ആയിട്ടുണ്ട്, ചില ആളുകൾക്ക് ഇത് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞവരുണ്ട്. അതെനിക്ക് തോന്നുന്നത് കുറച്ച് കൂടുതൽ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു വരുന്നു ആയിരിക്കാം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ശരിക്ക് ഈ ഒരു കഥ ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു സമയത്ത് വന്ന ഒരു പേപ്പർ വാർത്ത വന്നതിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. അവിടുന്നാണ് ഇതിൻ്റെ ഒരു തുടക്കം വരുന്നത്. പിന്നെ അതിലേക്കെല്ലാം നമ്മൾ ദിവസം കേൾക്കുന്ന ഈ ഞാൻ പറഞ്ഞ 4 മാസം കൊണ്ട് എഴുതുന്ന പറയുമ്പോൾ ഓരോ ദിവസം നമ്മൾ കേൾക്കുന്ന വാർത്തകളൊന്നും ഒക്കെ ആയിട്ട്, കാരണം ഞാൻ അത്യാവശ്യം പേപ്പറൊക്കെ വാർത്തകൾ എല്ലാം അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ്, പേപ്പർ വായന മുടങ്ങാതെ ചെയ്യുന്ന ഒരാൾ. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില വാർത്തകളെല്ലാം കൂടി ക്ലബ് അതുകൊണ്ട് വീണ്ടും ഒന്ന് പൊളിച്ചെഴുതും, കുറെ കാര്യങ്ങൾ ആഡ് ചെയ്ത് വരും. അങ്ങനെയാണ് ആ കഥ ഉണ്ടായത്.